Good morning, students. Have a nice day. Today, we have a new topic. What is social science? What is the meaning of social science? Concept behind social science. I thought that most of them familiarize with the term social science because almost all time we heard about society, social actions, human being, human activities, etc. Now itself we heard about local self-body election. That is the term collected from social science. My question is, what is social science? In simplest meaning, social science is the study of a human being. Social science is the study of a society. മനുഷ്യനെ കുറിച്ചുള്ള പഠനമാണ് social science. That is the live study of a society. സമൂഹത്തെക്കുറിച്ചുള്ള ലൈവായിട്ടുള്ള പഠനമാണ് സോഷ്യൽ സയൻസ്. സമൂഹത്തിന്റെ പരീക്ഷണശാലയാണ് സോഷ്യൽ സയൻസ്. ഇങ്ങനെ വളരെ ചുരുങ്ങിയ അർത്ഥത്തിൽ നമുക്ക് സോഷ്യൽ സയൻസിനെ കുറിച്ച് പറയാനായിട്ട് സാധിക്കും. പക്ഷെ വിശാലമായ അർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ സോഷ്യൽ സയൻസ് ഈസ് ഇൻ ഇറ്റ്സ് ബ്രോഡസ്റ്റ് സെൻസ് the study of society and the manner in which people behave and influence the world around us. Social science in its broadest sense, the study of society and the manner in which people behave and influence the world around us. ഈ ലോകത്ത് മനുഷ്യൻ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, മനുഷ്യൻ എന്ന ജീവജാലം എങ്ങനെയാണ് ബിഹേവ് ചെയ്യപ്പെടുന്നത്, എങ്ങനെയാണ് അവൻ സ്വാധീനം ചെലുത്തുന്നത്, ഇങ്ങനെ ഒരു കാഴ്ചപ്പാടിനെ കുറിച്ച് ആണ് സോഷ്യൽ സയൻസ് അതിന്റെ വിശാലമായ അർത്ഥത്തിൽ പരിഗണിക്കുന്നത്. ഇറ്റ് ടെൽസ് us about the world beyond our immediate experience and can help explain how our own society works. അപ്പോൾ സോഷ്യൽ സയൻസിലൂടെ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ സോഷ്യൽ സയൻസിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്നത് ഇത് എന്തിനുള്ള എക്സ്പ്ലനേഷൻ ആണ്? ഹൗ അവർ സൊസൈറ്റി വർക്ക്സ്. ഇറ്റ് ഇസ് ആൻ ഇമ്മീഡിയറ്റ് എക്സ്പീരിയൻസ് അബൌട്ട് ഹൗ അവർ സൊസൈറ്റി വർക്ക്സ്. നമ്മുടെ ഈ സമൂഹം എങ്ങനെയാണ് വർക്ക് ചെയ്യപ്പെടുന്നത്, ഇവിടുത്തെ സമൂഹത്തിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്തൊക്കെയാണ്, സമൂഹത്തിന്റെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, അതിൽ മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കുന്നത്, മനുഷ്യൻ പുലർത്തുന്ന ബന്ധങ്ങൾ എന്തൊക്കെയാണ്, അവൻ എങ്ങനെ സ്വാധീനം ചെലുത്തുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള പഠനമാണ് സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ കോസസ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്, വാട്ട് ഹെൽപ്സ് ഇക്കണോമിക് ഗ്രോത്ത്, ഹൗ ആൻഡ് വൈ പീപ്പിൾ വോട്ട്, വാട്ട് മേക്സ് പീപ്പിൾ ഹാപ്പി, ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് വിശാലമായ അർത്ഥത്തിൽ സോഷ്യൽ സയൻസ് എന്ന ആ സബ്ജക്റ്റിന്റെ പരിഗണനയിൽ വരുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് വൈറ്റൽ ഇൻഫോർമേഷൻ ഫോർ ഗവൺമെന്റ്സ്. It provides vital information for governments and policy makers, policy making, local authorities, non-governmental organizations, etc. അപ്പോൾ ഗവൺമെന്റിനെ കുറിച്ചിട്ടുള്ള, ഗവൺമെന്റിന്റെ ഫംഗ്ഷനെ കുറിച്ചിട്ടുള്ള, പോളിസി മേക്കിംഗ്, പോളിസി മേക്കേഴ്സ്, ലോക്കൽ അതോറിറ്റീസ്, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ്, ഇതിനെ കുറിച്ചിട്ടുള്ള പഠനമാണ് സോഷ്യൽ സയൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും സോഷ്യൽ സയൻസ് എന്തിനാണ് പഠിക്കുന്നത് എന്നുള്ള ചിന്ത അവിടെ കടന്നു വരുന്നു, അല്ലെ? ദ മേജർ മിഷൻ ഓഫ് ടീച്ചിങ് സോഷ്യൽ സയൻസ് to help children learn about the social world in which they live. സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നമ്മൾ പഠിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ലേൺ അബൌട്ട്, ടു ഹെൽപ് ചിൽഡ്രൻ ലേൺ അബൌട്ട് ദ സോഷ്യൽ വേൾഡ് ഇൻ വിച്ച് ദേ ലിവ്. അവൻ ജീവിക്കുന്ന ഈ സമൂഹത്തെ കുറിച്ച് ഒരു കുട്ടിയെ നമ്മൾ സോഷ്യൽ സയൻസ് പഠിപ്പിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറയുന്നത് അവൻ ജീവിക്കുന്ന ഈ സമൂഹത്തെ കുറിച്ച് അവൻ അറിയാൻ സാധിക്കുക. അതിനു വേണ്ടിയിട്ടാണ് സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നമ്മൾ പഠിക്കുന്നത്. അതിലൂടെ അവൻ സോഷ്യലൈസ്ഡ് ആയി തീരുക. അങ്ങനെ ഓരോ വ്യക്തിയും സോഷ്യലൈസ്ഡ് ആയി തീരുമ്പോൾ സമൂഹം സോഷ്യലൈസ്ഡ് ആയിട്ട് മാറുന്നു.
and how it got that way to learn to cope with the social realities and to develop the knowledge, attitudes, and skill needed to shape enlightened humanity. അപ്പോൾ സോഷ്യൽ സയൻസ് പഠിക്കുന്നതിലൂടെ ഒരു ചിൽഡ്രൻ അവൻ ഈ സമൂഹത്തെ കുറിച്ച് മനസ്സിലാക്കുന്നു, ഈ സമൂഹത്തിലെ സോഷ്യൽ റിയാലിറ്റീസ് എന്തൊക്കെയാണെന്ന് അവൻ മനസ്സിലാക്കുന്നു, അതിലൂടെ അവൻ ഒരു എൻലൈറ്റൻഡ് പേഴ്സണാലിറ്റി ആയിട്ട് മാറുന്നു. ഷേപ്പ് ആൻഡ് എൻലൈറ്റൻഡ് ഹ്യൂമാനിറ്റി. ഒരു എൻലൈറ്റൻഡ് ഹ്യൂമാനിറ്റി ഉണ്ടാകാൻ വേണ്ടി ഓരോ വ്യക്തിയും എൻലൈറ്റൻഡ് ആകണം. അങ്ങനെ എൻലൈറ്റൻഡ് ആകാൻ വേണ്ടിയിട്ടുള്ള നോളജ്, ആറ്റിറ്റ്യൂഡ്സ്, സ്കിൽസ് ഇതെല്ലാം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സോഷ്യൽ സയൻസ് പഠിക്കുന്നത്. ടു ലേൺ to cope with the social realities and to develop the knowledge, attitudes, and skills needed to shape an enlightened humanity. Then social studies focus specifically in citizenship education. Citizenship education ആണ് ഇത് മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. which means learning to participate in group life. ഗ്രൂപ്പ് ലൈഫില് മനുഷ്യൻ അവന്റെ ജനിച്ച കാലം മുതൽ, മനുഷ്യൻ ഈ ലോകത്ത് ഉണ്ടായ കാലം മുതൽ ഗ്രൂപ്പ് ലൈഫ് ആയിരുന്നു ഫോളോ ചെയ്തിരുന്നത് എന്ന് നമ്മൾ പല കാര്യങ്ങളിൽ നിന്നും മനസ്സിലാക്കേണ്ട, ചരിത്ര പുസ്തകങ്ങളിൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ. പ്രത്യേകിച്ച് വി ഗോൾഡൻ ചൈൽഡിന്റെ മാൻ മേക്ക് ഹിംസെൽഫ് എന്ന് പറയുന്ന പുസ്തകത്തിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് മനുഷ്യന്റെ ഗ്രൂപ്പ് ലൈഫിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ ഗ്രൂപ്പ് ലൈഫിലൂടെ കടന്നു പോയത് കൊണ്ടാണ് മനുഷ്യൻ ഇന്ന് ഈ ലോകത്തെ കീഴടക്കാൻ തന്നെ സാധിക്കുന്നത്. ഗ്രൂപ്പ് എഫേർട്ടിലൂടെയാണ്. അപ്പോൾ ആ ഗ്രൂപ്പ് എഫേർട്ടിലൂടെ കടന്നു പോകുമ്പോൾ എങ്ങനെ പരസ്പരം പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം, എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യണം, ആ കാര്യങ്ങളെയാണ് സോഷ്യൽ സയൻസ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. സോഷ്യൽ സ്റ്റഡീസ് ഫോക്കസ് സ്പെസിഫിക്കലി ഇൻ സിറ്റിസൺഷിപ്പ് എഡ്യൂക്കേഷൻ, വിച്ച് മീൻസ് ലേണിംഗ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഗ്രൂപ്പ് ലൈഫ്. സോഷ്യൽ സ്റ്റഡീസ് എഡ്യൂക്കേഷൻ ഈസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ അറ്റൈൻമെന്റ് ഓഫ് ടു അൾട്ടിമേറ്റ് എൻഡ്സ്. സോഷ്യൽ സ്റ്റഡീസ് എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റ് പഠിക്കുന്നതിന് പ്രധാനമായിട്ട് അൾട്ടിമേറ്റ് ആയിട്ടുള്ള രണ്ട് ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന് സോഷ്യൽ ക്രിറ്റിസിസം, രണ്ട് സോഷ്യലൈസേഷൻ. സോഷ്യൽ സ്റ്റഡീസ് എഡ്യൂക്കേഷൻ ഈസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ അറ്റൈൻമെന്റ് ഓഫ് ടു അൾട്ടിമേറ്റ് എൻഡ്സ്, ദാറ്റ് ഈസ് സോഷ്യൽ ക്രിറ്റിസിസം, ആൻഡ് അനദർ വൺ ഈസ് socialization. Another one is socialization. Through socialization, citizens internalize values and attitudes of that cause them to behave willingly in accordance with the prevailing expectations and norms. സമൂഹത്തിൽ നിലനിൽക്കുന്ന എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്, സമൂഹത്തിന്റെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്, സമൂഹത്തിന്റെ നോംസ് എന്തൊക്കെയാണ്, ഇതിനൊക്കെ അംഗീകരിച്ചുകൊണ്ട്, സമൂഹത്തിന്റെ പ്രതീക്ഷകളെയും നോംസിനെയും ഒക്കെ അംഗീകരിക്കാൻ തയ്യാറായിക്കൊണ്ട് സമൂഹത്തിന്റെ വാല്യൂസിനെയും ആറ്റിറ്റ്യൂഡ്സിനെയും ഇന്റേണലൈസ് ചെയ്യുക, നമ്മളുടേതായി മാറ്റിക്കൊണ്ട്, നമ്മൾ സമൂഹത്തിലാണ് ജീവിക്കുന്നത് എന്ന ബോധത്തോടു കൂടി സമൂഹത്തിൽ നിലനിൽക്കുന്നത് എന്തൊക്കെയാണോ അതിനൊക്കെ നമ്മൾ ഇന്റേണലൈസ് ചെയ്യുക. ചുരുക്കത്തിൽ പറഞ്ഞാൽ മറ്റുള്ള ഒരു സാമൂഹിക ജീവിക്ക് അവന്റെ ജീവിതത്തിന് യാതൊരു തടസ്സവും വരാതെ നമ്മൾ സമൂഹവുമായി അഡ്ജസ്റ്റ് ചെയ്തു പോവുക. അതിനെയാണ് നമ്മൾ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ എക്സ്പെക്ടേഷൻസ് ഓഫ് നോംസ്, അക്കോർഡൻസ് ഓഫ് പ്രിവെയിലിംഗ് എക്സ്പെക്ടേഷൻസ് ആൻഡ് നോംസ് ഓഫ് ദ സൊസൈറ്റി എന്ന് പറയുന്നത്. സിറ്റിസൺസ് ഇൻ എ ഡെമോക്രാറ്റിക് സൊസൈറ്റി ഓൾസോ ക്യാരി വിത്ത് ഒബ്ലിഗേഷൻ ടു ക്രിട്ടിക്കൽ ഓഫ് ദ സിസ്റ്റം ഇറ്റ്സെൽഫ് ഇൻ ഓർഡർ ദാറ്റ് ബേസിക് റൈറ്റ്സ് and freedoms can sustained and extended to all citizens. അപ്പോൾ സമൂഹത്തിൽ ജീവിക്കുന്ന സമയത്ത് നമ്മളിൽ ഈ സോഷ്യലൈസേഷൻ എല്ലാത്തിനെയും നമ്മൾ ഇങ്ങോട്ട് സ്വീകരിക്കുക മാത്രമല്ല വേണ്ടത്, മറിച്ച് നമുക്കൊരു ക്രിറ്റിസിസത്തിലുള്ള മെന്റാലിറ്റി കൂടി ഉണ്ടാകണം. എപ്പോഴും ഒരു വസ്തുതയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിനെ കുറിച്ച്, ഒരു നോളജിനെ കുറിച്ച് ക്രിറ്റിസിസംസ് ഉണ്ടാകുമ്പോൾ മാത്രമാണ് അത് കൂടുതൽ മികച്ചതായിട്ട് മാറുകയുള്ളൂ. അപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റിയെയും നമ്മൾ ഇന്റേണലൈസ് ചെയ്യാതെ അതിനെ നമ്മൾ എങ്ങനെ വിലയിരുത്തണം എന്നാണ് പറയുന്നത്? സോഷ്യൽ ക്രിറ്റിസിസം നടത്തണം. വെറുതെയുള്ള ക്രിറ്റിസിസം അല്ല. ഇന്നൊക്കെ നമ്മളുടെ സോഷ്യൽ മീഡിയയിലും അതേപോലെ തന്നെ വാർത്താ ചാനലുകളിലൊക്കെ കാണുന്ന ക്രിറ്റിസിസം, അത് ക്രിറ്റിസിസം അല്ല.
അത് കുറ്റം പറയാൻ വേണ്ടി നമ്മൾ കുറ്റങ്ങൾ ഉണ്ടാക്കുകയാണ്. അങ്ങനെയല്ല ക്രിറ്റിസിസം എന്ന് ഉദ്ദേശിക്കുന്നത്. ക്രിറ്റിസിസം എന്ന് പറയുന്നത് വസ്തുനിഷ്ഠമായിരിക്കണം, വസ്തുതാപരമായിരിക്കണം. ആ ക്രിറ്റിസിസം കൊണ്ട് പുതിയ ഒരു നോളജ് ഉണ്ടാകണം. അല്ലാതെ നോളജ് ഇല്ലാത്തത് ക്രിറ്റിസിസം അല്ല, അതിന് കുറ്റം പറയുന്നതാണ് നമ്മൾ പറയുക. ഒരു ക്രിറ്റിസിസം നമ്മൾ ചെയ്യുന്നത് കൊണ്ട് പുതിയ ഒരു നോളജ് ഉണ്ടാക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതാണ് ചരിത്രത്തിലെ ക്രിറ്റിസിസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്രിറ്റിസിസം ഉണ്ടാക്കുക എന്നുള്ളതാണ് സോഷ്യൽ സയൻസിന്റെ പഠനത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ സോഷ്യൽ സയൻസ് പഠിക്കുന്നതിന് രണ്ട് എൻറ്റിറ്റിയാണ്, രണ്ട് ലക്ഷ്യങ്ങളാണ് ഉള്ളത് എന്ന് നമ്മൾ പറഞ്ഞു. ഒന്ന് സോഷ്യലൈസേഷൻ ആണ്, രണ്ട് സോഷ്യൽ ക്രിറ്റിസിസം ആണ് എന്ന് പറഞ്ഞു. Social science is a subject of study at the secondary level which offers a systematic study of a human relation to his society. Systematic study, underline the point, systematic study of a man in relation to his society. മനുഷ്യൻ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന സമയത്ത് അവൻ ഈ സമൂഹവുമായി പുലർത്തുന്ന ബന്ധം എന്താണ്, അതിനെക്കുറിച്ചുള്ള പഠനമാണ് സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത്. ഇൻ ജനറൽ എനി ബ്രാഞ്ച് ഓഫ് സ്റ്റഡി ദാറ്റ് ഡീൽസ് വിത്ത് ദ സോഷ്യൽ ലൈഫ് ഓഫ് മാൻ ആൻഡ് എംപ്ലോയീസ് സയന്റിഫിക് മെത്തേഡ് ഓർ ഇറ്റ് സ്റ്റഡി മേ ബി കൺസീവ്ഡ് ആസ് സോഷ്യൽ സയൻസ്. അത് സോഷ്യൽ സയൻസ് ഇപ്പൊ നമ്മൾ പറയുന്നു, അത് ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇറ്റ് ഇസ് ആൻ ഇന്റഗ്രേറ്റഡ് സ്റ്റഡി എന്ന് പറയുന്നുണ്ട്. ഇന്റഗ്രേറ്റഡ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഇതിനൊരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡി, സെപ്പറേറ്റ് ആയിട്ട് ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡി എന്ന് നമുക്ക് പറയാനായിട്ട് നമുക്ക് സാധിക്കില്ല. ഏത് സബ്ജക്റ്റിലും സോഷ്യൽ സയൻസ് ഉണ്ട്. സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത് മദർ ഓഫ് ഓൾ സബ്ജക്റ്റ് എന്നാണ് പറയുന്നത്. എല്ലാ സബ്ജക്റ്റുകളുടെയും മദർ എന്നാണ് സോഷ്യൽ സയൻസിനെ നമ്മൾ പറയുന്നത് തന്നെ. കാരണം എല്ലാത്തിലും സോഷ്യൽ സയൻസ് ഉണ്ട്. മാത്തമാറ്റിക്സിൽ സോഷ്യൽ സയൻസ് ഉണ്ട്, ഇംഗ്ലീഷിൽ സോഷ്യൽ സയൻസ് ഉണ്ട്, നിങ്ങൾ ഇനി സയൻസ് എടുത്ത് നോക്കിക്കോ, അവിടെയും സോഷ്യൽ സയൻസ് ഉണ്ട്, ബയോളജിയിൽ സോഷ്യൽ സയൻസ് ഉണ്ട്, ഏത് സബ്ജക്റ്റ് നിങ്ങൾ ലാംഗ്വേജ് ഏതെടുത്ത് നോക്കിക്കോ, ഇനി ലോകത്ത് ഉണ്ടായിട്ടുള്ള എല്ലാ സബ്ജക്റ്റുകളും എടുത്ത് നോക്കിയോ, അതിൻ്റെയൊക്കെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കാണാൻ സാധിക്കും. അവിടെയൊക്കെ ഈ സോഷ്യൽ സയൻസിന്റെ ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഏത് സബ്ജക്റ്റും ലോകത്ത് പഠിപ്പിക്കുകയാണ് എങ്കിൽ അതിന് സമൂഹവുമായി ഒരു ബന്ധം സൃഷ്ടിക്കാനുണ്ട്. അപ്പോൾ ആ ബന്ധം സൃഷ്ടിക്കൽ, ഇപ്പൊ നമ്മൾ എന്തിനാണ് ലാംഗ്വേജ് പഠിക്കുന്നത്? ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എക്സാമ്പിൾ, എന്തിനാണ് ലാംഗ്വേജ് പഠിക്കുന്നത്? അപ്പോൾ ലാംഗ്വേജ് പഠിക്കുന്നതിലൂടെ ആ വ്യക്തി ലാംഗ്വേജിനെ കുറിച്ചുള്ള അറിവ് നേടുക എന്നുള്ളതല്ലല്ലോ ഉദ്ദേശം. ആ വ്യക്തി ആ ലാംഗ്വേജിനെ സമൂഹത്തിൽ ഉപയോഗിക്കുന്നു. നോട്ട് ദാറ്റ് പോയിന്റ്, സമൂഹത്തിൽ ഉപയോഗിക്കുന്നു. ദാറ്റ് ഈസ് സോഷ്യൽ സയൻസ്. അതാണ് സോഷ്യൽ സയൻസ്. എന്തിനാണ് നമ്മൾ മാത്തമാറ്റിക്സ് പഠിക്കുന്നത്? പണ്ടൊക്കെ ഞാനൊക്കെ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ, മാത്തമാറ്റിക്സിൽ ഞാൻ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ വഴിക്കണക്കുകൾ എന്ന് പറയുന്ന ഒരു കണക്ക് ഉണ്ടായിരുന്നു. വഴിക്കണക്ക് നമ്മൾ അതിന്റെ റൂട്ട് എഴുതുകയാണ് വേണ്ടത്. ഇപ്പം നമ്മളൊരു 5 നിന്ന് ഒരു 3 കുറയ്ക്കണം. അപ്പൊ അതൊരു കഥയായിട്ടാണ് അന്നൊക്കെ ഞാനൊക്കെ പഠിച്ചതായിട്ട് ഓർക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാമന്റെ കയ്യിൽ 5 മാമ്പഴം ഉണ്ടായിരുന്നു. ഒരെണ്ണം അവന്റെ അമ്മയ്ക്ക് കൊടുത്തു, ഒരെണ്ണം അവന്റെ കൂട്ടുകാരി സാവിത്രിക്ക് കൊടുത്തു. ബാക്കി എത്ര മാമ്പഴമാണ് രാമന്റെ കയ്യിൽ ഉള്ളത്? ഇതാണ് പ്രശ്നം. മാത്തമാറ്റിക്സിലൂടെ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം ഇതാണ്. അപ്പൊ ഇതിനൊക്കെ നമ്മൾ ഓരോ വഴി എഴുതണം. രാമന്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന മാമ്പഴം ഇസിക്കൽ ടു 5. രാമൻ അമ്മയ്ക്ക് കൊടുത്ത മാമ്പഴം ഇസിക്കൽ ടു 1. രാമൻ സാവിത്രിക്ക് കൊടുത്ത മാമ്പഴം ഇസിക്കൽ ടു 1. ബാക്കിയായി രാമന്റെ കയ്യിലുള്ള മാമ്പഴം 5 മൈനസ് 5ൽ നിന്ന് കുറയ്ക്കണം 1, അതിൽ നിന്ന് കുറയ്ക്കണം വീണ്ടും 1, ദാറ്റ് ഈസ് 3. എന്ന് പറഞ്ഞാൽ 5ൽ നിന്ന് അമ്മയ്ക്ക് കൊടുത്ത മാമ്പഴം കുറച്ചു, അതിൽ നിന്ന് സാവിത്രിക്ക് കൊടുത്ത മാമ്പഴം കുറച്ചു, അതിൽ നിന്ന്, അപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരമാണ് 3. രാമന്റെ കയ്യിൽ ബാക്കി ഉണ്ടായിരുന്ന മാമ്പഴമാണ് 3 എന്ന് പറയുന്നത്. അപ്പൊ നോക്കൂ, ഞാൻ ഈ വിഷയം, ഇത് മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. ഇത് അവതരിപ്പിച്ചതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, രാമനാര്? ഹ്യൂമൻ ബീയിങ്. സാവിത്രിയായി? എ ഹ്യൂമൻ ബീയിങ്. രാമന്റെ മദർ എ ഹ്യൂമൻ ബീയിങ്. അവര് പുലർത്തിയ ബന്ധം
സോഷ്യൽ ആസ്പെക്ട്, അവർ ജീവിക്കുന്നത് സൊസൈറ്റിയിലെ ഫംഗ്ഷനെ കുറിച്ചിട്ടാണ് ആ പ്രോബ്ലം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. സോ മാത്തമാറ്റിക്കൽ സോഷ്യൽ സയൻസ് ഉണ്ട്. ഇങ്ങനെ ഏത് സബ്ജക്റ്റ് എടുത്ത് നോക്കിയാലും അതിലൊക്കെ സോഷ്യൽ സയൻസിന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത് ഇൻ ജനറൽ any branch of study that deals with the social life of man and employs scientific method for its study may be conceived as a social science. മനുഷ്യനുമായി ബന്ധപ്പെട്ട സമൂഹവുമായി ബന്ധപ്പെട്ട അറിവുകൾ സയന്റിഫിക് ആയിട്ട് പ്രദാനം ചെയ്യുന്ന ഏതൊരു സബ്ജക്റ്റുമായിക്കോട്ടെ അതിനെയൊക്കെ നമുക്ക് സോഷ്യൽ സയൻസ് എന്ന് പറയാം എന്നാണ് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് എ വൈഡ് വെറൈറ്റി ഓഫ് ബ്രാഞ്ചസ് ഓഫ് നോളജ് ഫ്രം ഹിസ്റ്ററി, ഫിലോസഫി, എഡ്യൂക്കേഷൻ എക്സെട്ര. അപ്പോൾ ഇതിൽ നമുക്ക് വളരെ ചുരുങ്ങിയായിട്ട് പറയാണ്, വിശാലമായ അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ സോഷ്യൽ സയൻസ് എല്ലാത്തിലും സോഷ്യൽ സയൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. എന്നാലും പ്രധാനമായിട്ട് ഹിസ്റ്ററി, ഫിലോസഫി, എഡ്യൂക്കേഷൻ ഇതൊക്കെ സോഷ്യൽ സയൻസിന്റെ പരിധിയിൽ വരുന്നതാണ്. സോഷ്യൽ സയൻസ് അറ്റ് പ്രസന്റ് ലേൺ അറ്റ് ദ സെക്കൻഡറി സ്റ്റേജ് ഇൻ അവർ സ്കൂൾസ് കംപ്രൈസസ് ഹിസ്റ്ററി, സിവിക്സ്, ജിയോഗ്രഫി, ഇക്കണോമിക്സ് ആൻഡ് സം പാർട്സ് ഓഫ് സോഷ്യോളജി എക്സെട്ര. അപ്പോൾ ഇന്ന് സെക്കൻഡറി തലത്തിൽ നമ്മൾ പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ സ്കൂൾ തലത്തിൽ സോഷ്യൽ സയൻസിനെ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് അവിടെ നമ്മൾ പ്രധാനമായിട്ടും ചർച്ചാ വിഷയമാക്കുന്ന സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് ഹിസ്റ്ററി, ജിയോഗ്രഫി, ഇക്കണോമിക്സ്, സിവിക്സ്, അതേപോലെ തന്നെ സോഷ്യോളജിയുടെ ചെറിയ ഭാഗങ്ങൾ കൂടിയാണ് നമ്മൾ സോഷ്യൽ സയൻസിൽ ഉപയോഗിക്കുന്നത്. സോഷ്യൽ സയൻസ് ഈസ് എ മേജർ കാറ്റഗറി ഓഫ് അക്കാഡമിക് ഡിസിപ്ലിൻസ് കൺസേൺ വിത്ത് സൊസൈറ്റി and the relationships among individual within the society. Social science is a major category of academic discipline. ഇന്ന് സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അക്കാഡമിക് ഡിസിപ്ലിൻ ആയി സോഷ്യൽ സയൻസിനെ നമ്മൾ കണക്ക് കൂട്ടുന്നു. കൺസേൺ വിത്ത് സൊസൈറ്റി, സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട അക്കാഡമിക് ഡിസിപ്ലിനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത്. ആൻഡ് റിലേഷൻഷിപ്പ് എമംഗ് ഇൻഡിവിജ്വൽസ് വിത്തിൻ ദ സൊസൈറ്റി, മനുഷ്യനും മനുഷ്യ സമൂഹത്തെയും മനുഷ്യബന്ധങ്ങളെയും സൊസൈറ്റിയെയും കുറിച്ച് പഠിക്കുന്ന സബ്ജക്റ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി ഇന്ന് സോഷ്യൽ സയൻസിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇറ്റ് ഇൻ ടേൺ ഹാസ് മെനി ബ്രാഞ്ചസ് each of which considered as a social science in a wider sense. നമ്മൾ പറയുന്നുണ്ട്, അത് ലാസ്റ്റ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചും കൂടി മനസ്സിലാകും. സോഷ്യൽ സയൻസിൽ അമേരിക്കൻ ഹിസ്റ്ററിയിൽ സോഷ്യൽ സയൻസിൽ നൽകുന്ന പ്രാധാന്യവും അതേപോലെ തന്നെ സോവിയറ്റ് ഹിസ്റ്ററിയിൽ നൽകുന്ന പ്രാധാന്യവും ഒക്കെ അതിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് സോഷ്യൽ സയൻസിന്റെ വൈഡർ സെൻസ് കുറെ കൂടി നമുക്ക് മനസ്സിലാകും. ഇവിടെ പറയുന്നതിന്റെ വൈഡർ സെൻസ് സോഷ്യൽ സയൻസ് ആൾസോ ഇൻക്ലൂഡ്സ് എമംഗ്സ് ഇറ്റ് ബ്രാഞ്ചസ് സം ഫീൽഡ്സ് in the humanities such as anthropology, archaeology, history, law, linguistics, economics, political science, human geography, demography ആൻഡ് സോഷ്യോളജി എന്നാണ്. വളരെ വിശാലമായ അർത്ഥത്തിൽ നമ്മൾ സ്കൂൾ തലത്തിൽ ജിയോഗ്രഫി, അതേപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസ്, ഹിസ്റ്ററി, ഇക്കണോമിക്സ്, സോഷ്യോളജിയുടെ കുറച്ച് ഭാഗങ്ങൾ, ഇത്രയും കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ അത് വിശാലമായ അർത്ഥത്തിൽ എടുക്കുകയാണെങ്കിൽ ആന്ത്രോപോളജി, ആർക്കിയോളജി, ഹിസ്റ്ററി, ലോ, ലിംഗ്വിസ്റ്റിക്സ്, ഇക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ഹ്യൂമൻ ജിയോഗ്രഫി, ഡെമോഗ്രഫി, സോഷ്യോളജി ഇങ്ങനെ തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെ സോഷ്യൽ സയൻസ് അതിന്റെ ബന്ധങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ സോഷ്യൽ സയൻസിന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഇൻ വൈഡർ സെൻസ് സോഷ്യൽ സയൻസ് ഓൾസോ ഇൻക്ലൂഡ്സ് എമംഗ് ഇറ്റ്സ് ബ്രാഞ്ചസ് സം ഫീൽഡ്സ് ഇൻ ദ ഹ്യൂമാനിറ്റീസ് സച്ച് ആസ് ആന്ത്രോപോളജി, ആർക്കിയോളജി, ഹിസ്റ്ററി, ലോ, ലിംഗ്വിസ്റ്റിക്സ്, economics, political science, human geography, demography and sociology. The term is also used to refer specifically to the field of sociology, the original science of the society. അപ്പോൾ established in the 19th century. 19ാം നൂറ്റാണ്ടോട് കൂടി സ്ഥാപിതമായ മനുഷ്യ സമൂഹത്തെ കുറിച്ചുള്ള സയന്റിഫിക് ആയിട്ടുള്ള പഠനമാണ് സോഷ്യൽ സയൻസ്. 19ാം നൂറ്റാണ്ടിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്തത്. അടുത്ത ടോപ്പിക്ക് നമ്മൾ ഇതിന്റെ ഇവല്യൂഷൻസ് പഠിപ്പിക്കുന്ന സമയത്ത് നമുക്ക് എന്തുകൊണ്ടാണ് 19ാം നൂറ്റാണ്ടിൽ ഇത് കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള കാരണങ്ങൾ എന്ന് നമുക്ക് വിശദമായിട്ട് പഠിക്കാം. എന്തായാലും ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. 19ാം നൂറ്റാണ്ടിൽ ഡെവലപ്പ് ചെയ്ത മനുഷ്യ സമൂഹത്തെ കുറിച്ചിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള അനാലിസിസ്, സയന്റിഫിക് ആയിട്ടുള്ള പഠനമാണ് സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത്. ടേം ഈസ് ആൾസോ യൂസ്ഡ് ടു റെഫർ സയന്റിഫിക്കലി to the field of sociology, the original
science of the society. It is the original science of the society established or developed in the 19th century. It is a branch of science that deals with the institutions and functioning of human society and with the interpersonal relationships of individuals as members of the society. It is a branch of science. It is a branch of science that deals with the institutions, social institutions, that deals with the social institutions and functioning of human society, functioning, Manusya Samuhathinte functioning, and with the interpersonal relationship of individual. മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. അതേപോലെ തന്നെ ഇൻട്രാപേഴ്സണൽ റിലേഷൻഷിപ്പ്, മനുഷ്യനും മറ്റു ജീവജാലങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണ്? അതേപോലെ തന്നെ ഇൻഡിവിജ്വൽസ് ആസ് മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി, ഓരോ വ്യക്തിയും ഈ സമൂഹത്തിലെ മെമ്പേഴ്സ് ആണ്. ഇങ്ങനെ എന്താണ്, ഇവരെങ്ങനെയാണ് സമൂഹത്തിലെ മെമ്പേഴ്സ് ആയിട്ടിരിക്കുന്നത്, ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ്? അതേപോലെ തന്നെ മനുഷ്യ സമൂഹത്തിന്റെ ഫംഗ്ഷൻ എന്താണ്, മനുഷ്യ സമൂഹത്തിന്റെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള പഠനമാണ് സോഷ്യൽ സയൻസ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് പറയുന്നത്? ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് that deals with the institutions and the functioning of a human society and with the interpersonal relationships of individuals as members of the society. It is a science dealing with a particular phase or aspects of human society, the study of a human society and individual relationships in and to society. It is a science. ഇപ്പോൾ നമ്മുടെ ഇക്കണോമിക്സ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് പോലുള്ള ശാസ്ത്രീയമായ സബ്ജക്റ്റുകളെ പരിഗണിക്കുകയാണ് എങ്കിൽ സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത് ഒരു സയൻസ് ആണ്, ഡീലിംഗ് വിത്ത് പർട്ടിക്കുലർ ഫേസ് ഓർ ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ സൊസൈറ്റി. മനുഷ്യ സമൂഹത്തിന്റെ സയന്റിഫിക് ആയിട്ടുള്ള ആസ്പെക്ട്സിനെ പഠന വിധേയമാക്കുന്ന സബ്ജക്റ്റ് ആണ് സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത്. A scholarly or scientific discipline that deals with such study generally regarded as including sociology, psychology, anthropology, economics, political science and history. Social science ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് സോഷ്യോളജി, സൈക്കോളജി, ഒരു സ്കോളർലി സയന്റിഫിക് ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻ, ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഡിസിപ്ലിൻ എന്ന രീതിയിൽ, ശാസ്ത്രീയമായിട്ടുള്ള ഒരു പഠനം എന്ന രീതിയിൽ ഇതിൽ കടന്നു വരുന്ന പ്രധാനപ്പെട്ട സബ്ജക്റ്റ് എന്ന് പറയുന്നത് ആന്ത്രോപോളജി, ഇക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ഹിസ്റ്ററി തുടങ്ങിയവയൊക്കെയാണ്. സോഷ്യൽ സയൻസ് ഈസ് ദ സ്റ്റഡി ഓഫ് എ സൊസൈറ്റി ആൻഡ് സോഷ്യൽ ബിഹേവിയർ. സോഷ്യൽ സയൻസ് ഈസ് ദ സ്റ്റഡി ഓഫ് സൊസൈറ്റി, മനുഷ്യ സമൂഹത്തെ കുറിച്ചുള്ള പഠനമാണ്. അതേപോലെ തന്നെ സോഷ്യൽ ബിഹേവിയറിനെ കുറിച്ചുള്ള പഠനമാണ്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു സോഷ്യൽ സയൻസിന് രണ്ട് ലക്ഷ്യങ്ങളാണ് ഉള്ളത്, സോഷ്യൽ ക്രിറ്റിസിസവും സോഷ്യലൈസേഷനും എന്ന് പറയുന്നത്. ഇവിടെയാണ് സോഷ്യൽ ബിഹേവിയർ എന്ന് പറയുന്നത്. എന്താണ് സോഷ്യൽ ബിഹേവിയർ? സമൂഹത്തിന്റെ സ്വഭാവം എന്താണ്? ആ സമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യന്റെ സ്വഭാവം എന്തായിരിക്കണം? ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള അനാലിസിസ് ആണ് സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത്. എ ഫീൽഡ് ഓഫ് സ്റ്റഡി ആസ് ഹിസ്റ്ററി ഓർ എക്കണോമിക്സ് ഡീലിംഗ് വിത്ത് an aspects of society or forms of social activity. അപ്പോൾ ഒരു സോഷ്യൽ സയൻസിന്റെ സബ്ജക്റ്റ് എന്ന രീതിയിൽ ഇപ്പോൾ ഇക്കണോമിക്സ്, ഹിസ്റ്ററി, അതേപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസ് ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ഡീലിംഗ് വിത്ത് ആൻ ആസ്പെക്ട്സ് ഓഫ് സൊസൈറ്റി ഓർ ഫോംസ് ഓഫ് സോഷ്യൽ ആക്ടിവിറ്റി, പ്രധാനമായിട്ടും ആ സബ്ജക്റ്റുകൾ കൈകാര്യം ചെയ്യുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? സൊസൈറ്റിയിലെ ആസ്പെക്റ്റുകൾ അല്ലെങ്കിൽ സൊസൈറ്റിയിലെ ആക്ടിവിറ്റികൾ, സോഷ്യൽ ആക്ടിവിറ്റിയെ കുറിച്ചിട്ടാണ്, അല്ലെ? മനുഷ്യ സമൂഹത്തിലെ പ്രവർത്തനങ്ങളെ കുറിച്ച്, മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടാണ് സോഷ്യൽ സയൻസ് നമ്മളോട് പ്രതിപാദിക്കുന്നത്. So, social science is the study of a society and social behavior, the study of a human society and individual relationship in a society. അപ്പോൾ സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് എ സൊസൈറ്റി, ഈ സമൂഹത്തെ കുറിച്ചുള്ള പഠനമാണ്. അതേപോലെ തന്നെ ഹ്യൂമൻ സൊസൈറ്റി ആൻഡ് ഇൻഡിവിജ്വൽ റിലേഷൻഷിപ്പ് ഇൻ എ സൊസൈറ്റി, മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള പരസ്പര ബന്ധം എന്താണെന്നുള്ള പഠനമാണ് സോഷ്യൽ സയൻസ്. ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് സൊസൈറ്റി and of the relationship of individual members within the society, including economics, history, political science, psychology, anthropology and sociology. It is the study of society
ആൻഡ് ഓഫ് ദ റിലേഷൻഷിപ്പ് ഓഫ് ഇൻഡിവിജ്വൽ മെമ്പേഴ്സ്. ഇറ്റ് ഇസ് ദ, ഇപ്പൊ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, സയൻസ് ഇത് സയന്റിഫിക് ആയിട്ടുള്ള ഒരു പഠനമാണ്. അതേപോലെ തന്നെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ്, മനുഷ്യനും തമ്മിലുള്ള ബന്ധം, മനുഷ്യനും മറ്റു ജീവജാലങ്ങളും തമ്മിലുള്ള ബന്ധം, സമൂഹവുമായി മനുഷ്യൻ പുലർത്തുന്ന ബന്ധം എന്താണ്, ഇങ്ങനെയുള്ള ആ റിലേഷൻഷിപ്പാണ് സോഷ്യൽ സയൻസ് എന്ന് നമ്മൾ പറയുന്നത്. അവിടെ നമ്മൾ ഇക്കണോമിക്സ്, ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, സൈക്കോളജി, ആന്ത്രോപോളജി തുടങ്ങിയ മേഖലകളൊക്കെ തന്നെ നമ്മളവിടെ കണക്ട് ചെയ്യപ്പെടുന്നു. ദ സ്റ്റഡി ഓഫ് ഗ്രൂപ്സ് ഓഫ് പീപ്പിൾ ബിഹേവ് ഓഫൺ ഇൻ ആൻ എഫോർട്ട് പ്രെഡിക്റ്റ് ഹൗ ദേ വിൽ ബിഹേവ് ഇൻ ഫ്യൂച്ചർ. അപ്പോൾ സോഷ്യൽ സയൻസ് പഠിക്കുന്നതിന്റെ പ്രധാനമായിട്ടുള്ള ഒരു ലക്ഷ്യം നമ്മൾ നേരത്തെ പറഞ്ഞു, എന്താണ്, മനുഷ്യൻ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ ഈ സമൂഹത്തെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് സൊസൈറ്റി ഇൻ വിച്ച് ദേ ലിവ്. മനുഷ്യൻ ഇവിടെ ജീവിക്കുന്നു എന്നതുകൊണ്ട് ഈ സമൂഹത്തെ കുറിച്ചുള്ള പഠനമാണ് സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞു, അല്ലെ? അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് സ്റ്റഡി ഓഫ് ഹൗ ഗ്രൂപ്സ് ഓഫ് പീപ്പിൾ ബിഹേവ്. ഒരു ഗ്രൂപ്സ് ഓഫ് പീപ്പിൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യപ്പെടുന്നത്. ഓപ്പൺ ഇൻ ആൻ എഫോർട്ട് ടു പ്രെഡിക്റ്റ് ഹൗ ദേ വിൽ ബിഹേവ് ഇൻ ഫ്യൂച്ചർ. അവർ ഫ്യൂച്ചറിൽ എങ്ങനെ ബിഹേവ് ചെയ്യപ്പെടും എന്നതിനെ കുറിച്ചുള്ള പഠനമാണ് സോഷ്യൽ സ്റ്റഡീസ് എന്ന് നമ്മൾ പറഞ്ഞു. സോഷ്യൽ സ്റ്റഡീസ് ഈസ് ദ ഇന്റഗ്രേറ്റഡ് സ്റ്റഡി ഓഫ് സോഷ്യൽ സയൻസ് ആൻഡ് ഹ്യൂമാനിറ്റീസ് പ്രൊമോട്ട് സിവിക് കോമ്പീറ്റൻസ്. അപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഒരു കാര്യമാണ് ഇറ്റ് ഇസ് ആൻ ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് എന്ന്, അല്ലെ? പല സബ്ജക്റ്റുകളാണ് ഇതിൽ നമ്മൾ കൈകാര്യം ചെയ്യപ്പെടുന്നത്. സോഷ്യൽ സ്റ്റഡീസ് ഈസ് ദ ഇന്റഗ്രേറ്റഡ് സ്റ്റഡി ഓഫ് സോഷ്യൽ സയൻസ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ടു പ്രൊമോട്ട് സിവിക് കോമ്പീറ്റൻസ്. സിവിക് കോമ്പീറ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന എല്ലാ ഹ്യൂമൻ റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റിനെയും നമുക്ക് എന്ത് പറയാം? സോഷ്യൽ സയൻസ് എന്ന് പറയാം. അതുകൊണ്ട് എല്ലാ സബ്ജക്റ്റ് സിവിക് കോമ്പീറ്റൻസി ഡെവലപ്പ് ചെയ്യുന്ന എല്ലാ സബ്ജക്റ്റിനെയും ഇന്റഗ്രേറ്റ് ചെയ്യുന്നു എന്നതുകൊണ്ട് സോഷ്യൽ സയൻസ് ഒരു ഇന്റഗ്രേറ്റഡ് സ്റ്റഡി. സോഷ്യൽ സ്റ്റഡീസ് ഈസ് ദ ഇന്റഗ്രേറ്റഡ് സ്റ്റഡി ഓഫ് സോഷ്യൽ സയൻസസ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ടു പ്രൊമോട്ട് സിവിക് കോമ്പീറ്റൻസ് ആസ് ഡിഫൈൻഡ് ബൈ ദ US American National Council for Social Studies. According to US National Council for Social Studies, social studies is the integrated study of social sciences and humanities to promote civic competence. For the purpose of promoting civic competencies, the subject social studies is collected from social sciences or integrated social studies is integrated from social sciences and it is integrated humanities. അപ്പോൾ സോഷ്യൽ സ്റ്റഡീസ് എന്ന് പറയുന്നത് നമ്മൾ സോഷ്യൽ സയൻസിൽ നിന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഹ്യൂമാനിറ്റേറിയസ് ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളതാണ്. എന്തിന്? ഫോർ വാട്ട് പർപ്പസ്? ഫോർ പ്രൊമോട്ടിങ് സിവിക് കോമ്പിറ്റൻസ്. ഇത് പറയുന്നത് US അമേരിക്കൻ നാഷണൽ കൗൺസിൽ ഫോർ സോഷ്യൽ സ്റ്റഡീസ് എന്ന ഏജൻസിയാണ് പറയുന്നത്. സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇൻ്റഗ്രേറ്റഡ്? ഇറ്റ് ഈസ് എ ഹ്യൂമാനിറ്റേറിയൻ ആൻഡ് ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദ പർപ്പസ് ഓഫ് പ്രൊമോട്ടിങ് civic competence. Then social studies is most commonly recognized as a name of course or set of courses taught in primary and secondary school or elementary, middle and secondary school etc. അപ്പോൾ സോഷ്യൽ സ്റ്റഡീസ് എന്ന് പറയുന്നത് നമ്മൾ എവിടെയാണ് പഠിപ്പിക്കുന്നത്? പ്രൈമറി തലം മുതൽ സെക്കൻഡറി തലം വരെ പഠിപ്പിക്കുന്നതാണ് സോഷ്യൽ സ്റ്റഡീസ്. അതിന് മുകളിലേക്ക്, ഈ സെക്കൻഡറി തലത്തിന് മുകളിലേക്ക് നമ്മൾ പഠിപ്പിക്കുമ്പോൾ അത് സോഷ്യൽ സയൻസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. സോഷ്യൽ സ്റ്റഡീസ് വേരി ഗ്രേറ്റ്ലി ആസ് എ സബ്ജക്ട് ബിറ്റ്വീൻ കൺട്രീസ് ആൻഡ് കരിക്കുലം and are not synonymous with sociology. സോഷ്യൽ സ്റ്റഡീസ് ഒരു രാജ്യത്തിൻ്റെ സോഷ്യൽ സ്റ്റഡീസ് അല്ലെങ്കിൽ അതിൻ്റെ കരിക്കുലം ഇത് വെച്ച് നോക്കുമ്പോൾ ഇത് പരസ്പരം വ്യത്യസ്തമായിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ആ രാജ്യത്തിൻ്റെ എന്താ പറയുക, ചരിത്രപരമായ അല്ലെങ്കിൽ സാമൂഹ്യപരമായിട്ടുള്ള വികസനങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് സാമൂഹ്യ ശാസ്ത്രം എന്ന് പറയുന്ന സബ്ജക്റ്റിന് വ്യത്യസ്തകൾ ഉണ്ടാകാമെന്നാണ് പറയുന്നത്. എന്തു തന്നെയായാലും വിതിൻ ദ സ്കൂൾ പ്രോഗ്രാം
Social studies provides a coordinated systematic study drawing upon such disciplines as anthropology. അപ്പോൾ എന്ത് തന്നെ ആയാലും ഇത് വ്യത്യസ്തമായാലും അല്ലെങ്കിലും സോഷ്യൽ സ്റ്റഡീസ് ഒരു സ്കൂൾ സബ്ജക്റ്റിനെ വെച്ച് നോക്കുമ്പോൾ സോഷ്യൽ സ്റ്റഡീസ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് നൽകുന്നതാണ്? ഇറ്റ് പ്രൊവൈഡ്സ് എ കോർഡിനേറ്റഡ് സിസ്റ്റമാറ്റിക് സ്റ്റഡി ഡ്രോയിങ് അപ്പോൺ സച്ച് ആസ് ഡിസിപ്ലിൻ ആന്ത്രോപോളജി, archaeology, economics, geography, history, law, philosophy, political science, psychology, religion, sociology, as well as appropriate content from the humanities. അപ്പോൾ ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി നമുക്ക് നൽകുന്ന ആ പ്രോഗ്രാമാണ്, സ്കൂൾ പ്രോഗ്രാമാണ് സോഷ്യൽ സ്റ്റഡീസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ദ പ്രൈമറി പർപ്പസ് ഓഫ് സോഷ്യൽ സ്റ്റഡീസ് ഈസ് ടു ഹെൽപ്പ് യങ് പീപ്പിൾ to develop the ability to make informed and reasoned decision for the public good as citizens of a culturally diverse democratic society in an independent world. ഈ ഇൻഡിപെൻഡന്റ് വേൾഡിൽ നമ്മൾ എന്തിനാണ് സോഷ്യൽ സയൻസ് പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റഡീസ് പഠിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ എന്തിനാണ് നമ്മൾ സോഷ്യൽ സ്റ്റഡീസ് പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് പഠിപ്പിക്കുന്നതെന്ന് നമ്മൾ ചോദിച്ചാൽ, ഇറ്റ് ഈസ് ടു ഹെൽപ്പ് യങ് പീപ്പിൾ ടു ഡെവലപ്പ് ദ എബിലിറ്റി ടു മേക്ക് ഇൻഫോംഡ് ആൻഡ് റീസൺഡ് ഡിസിഷൻസ്. വളരെ ഇൻഫോംഡ് ആയിട്ടുള്ള, ഏറ്റവും റീസൺഡ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട്, അത്തരത്തിലൊരു കപ്പാസിറ്റി നേടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സോഷ്യൽ സ്റ്റഡീസ് പഠിപ്പിക്കുന്നത്. ഫോർ ദ പബ്ലിക് ഗുഡ് and the citizens, culturally diverse citizens. ഈ ഡെമോക്രാറ്റിക് സിറ്റുവേഷനിൽ, ഈ ജനാധിപത്യ വ്യവസ്ഥയിൽ, ഈ സ്വതന്ത്രമായ ജനാധിപത്യ വ്യവസ്ഥയിൽ, കൾച്ചറലി ഡൈവേഴ്സ്ഡ് ആയിട്ടുള്ള ഈ വ്യവസ്ഥയിൽ നമ്മൾ എന്തിനാണ് സോഷ്യൽ സ്റ്റഡീസ് പഠിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അതിന് നമുക്ക് പറയാനുള്ള ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ: to develop the ability to make informed and reasoned decisions for the public good. അപ്പോൾ സോഷ്യൽ സ്റ്റഡീസിൻ്റെ ലക്ഷ്യങ്ങൾ, സോഷ്യൽ സയൻസിൻ്റെ കൺസെപ്റ്റ്, ഇതൊക്കെ നമുക്ക് ഇത്തരത്തിലാണ് പറയുന്നത്. ആസ് എ ഫീൽഡ് ഓഫ് സ്റ്റഡീസ്, സോഷ്യൽ സ്റ്റഡീസ് മേ ബി മോർ ഡിഫിക്കൽട്ട് ടു ഡിഫൈൻ that is a single discipline such as history or geography precisely because it is a multidisciplinary and interdisciplinary subject. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ, ഇന്നത്തെ ഈ അക്കാദമിക ലോകത്ത് നമുക്ക് സോഷ്യൽ സ്റ്റഡീസിനെ ഹിസ്റ്ററി പോലെയോ അല്ലെങ്കിൽ ജോഗ്രഫി പോലെയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഏതൊരു സബ്ജക്റ്റ് പോലെ നമുക്ക് സോഷ്യൽ സ്റ്റഡീസിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ നമ്മൾ പറയുന്നു ഹിസ്റ്ററി ഈസ് ആൻ അൺഎൻഡിങ് ഡയലോഗ് ബിറ്റ്വീൻ പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ്. എച്ച് കാറിൻ്റെ ഒരു ഡെഫിനേഷനാണ്. ഇതേപോലെ തന്നെ നമുക്ക് ജിയോഗ്രഫിയെ നമുക്ക് പറയാം, അതേപോലെ ഇക്കണോമിക്സിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം, പൊളിറ്റിക്കൽ സയൻസിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇങ്ങനെ ഏത് സബ്ജക്റ്റിനെയും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന സമയത്ത് സോഷ്യൽ സ്റ്റഡീസിനെ നമുക്ക് ഒരു പ്രിസൈസ് ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. കാരണം ഇതൊരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചാണ്, ഒരു ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ചാണ്. സോഷ്യൽ സ്റ്റഡീസ് എന്ന് പറയുന്ന സമയത്ത് അതിലെല്ലാം ഹിസ്റ്ററി ഉണ്ട്, ജിയോഗ്രഫി ഉണ്ട്, പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട്, സോഷ്യോളജി, ആന്ത്രോപോളജി, ഫിലോസഫി, സൈക്കോളജി, ലാംഗ്വേജ്, ഇതെല്ലാം കടന്നു വരുന്ന ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചാണ്. ഒരു സബ്ജക്റ്റിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് നമുക്കിതിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പറയുന്നത് സോഷ്യൽ സ്റ്റഡീസ് മേ ബി മോർ ഡിഫിക്കൽട്ട് ടു ഡിഫൈൻ, ദാറ്റ് ഈസ് എ സിംഗിൾ ഡിസിപ്ലിൻ. ഒരു സിംഗിൾ ഡിസിപ്ലിൻ ആയിട്ട് നമുക്ക് സോഷ്യൽ സ്റ്റഡീസിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. ബിക്കോസ് ഇറ്റ് ഈസ് മൾട്ടി ഡിസിപ്ലിനറി ആൻഡ് ഇന്റർ ഡിസിപ്ലിനറി സബ്ജക്റ്റ്. നോട്ട് ദാറ്റ് പോയിന്റ്, മൾട്ടി ഡിസിപ്ലിനറി ആൻഡ് ഇന്റർ ഡിസിപ്ലിനറി സബ്ജക്റ്റ്. Two main characteristics, however, distinguish social studies as a field of study. It is designed to promote civic competence and it is integrative, ഇൻകോർപ്പറേറ്റിംഗ് മെനി ഫീൽഡ്സ് ഓഫ് എൻഡവർ. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് മെയിൻലി ഡിസൈൻ ടു പ്രൊമോട്ട് സിവിക് കോമ്പറ്റൻസ്. സോഷ്യൽ സ്റ്റഡീസ് എന്തിനാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ സോഷ്യൽ സയൻസ് സബ്ജക്റ്റുകളായിട്ടുള്ള ഹിസ്റ്ററിയിൽ നിന്നും ജോഗ്രഫിയിൽ നിന്നും ഇക്കണോമിക്സിൽ നിന്നും പൊളിറ്റിക്കൽസിൽ നിന്നും ഒക്കെ നമ്മൾ അതിൻ്റെ പ്രധാനപ്പെട്ട സോഷ്യോളജിയിൽ നിന്നൊക്കെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എടുത്തുകൊണ്ട് സോഷ്യൽ സ്റ്റഡീസ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, ദറ്റ് ഈസ് കോമൺലി designed to promote the civic competence and it is integrative, incorporating many fields of endeavor.
അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള പല സബ്ജക്റ്റുകളിൽ നിന്നും നമ്മളിത് കൂട്ടിച്ചേർത്തതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു പ്രൊമോട്ട് ദ സിവിക് കോമ്പറ്റൻസ്. Social studies programs reflect the changing nature of knowledge, fostering entirely new and highly integrated approach to resolve the issues significant to humanity. മനുഷ്യ സമൂഹത്തെ ബന്ധപ്പെടുത്തിക്കൊണ്ട്, മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ചുകൊണ്ടുള്ള ഇഷ്യൂസിനെ ഒക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ചാണ് നമ്മൾ സോഷ്യൽ സ്റ്റഡീസിലൂടെ സ്വീകരിക്കുന്നത്. അതേപോലെ തന്നെ ഇന്നത്തെ ഈ ചേഞ്ചിങ് നേച്ചർ ഓഫ് നോളജിനെ റിഫ്ലക്റ്റ് ചെയ്യുക എന്നൊരു ലക്ഷ്യം കൂടി സോഷ്യൽ സ്റ്റഡീസിന് ഉണ്ട് എന്നാണ് പറയുന്നത്. സോഷ്യൽ സ്റ്റഡീസ് പ്രോഗ്രാംസ് റിഫ്ലക്ട് ദ ചേഞ്ചിങ് നേച്ചർ ഓഫ് നോളജ്. ഇറ്റ് റിഫ്ലക്ട്സ് ദ ചേഞ്ചിങ് നേച്ചർ ഓഫ് നോളജ്, ഫോസ്റ്ററിങ് entirely new and highly integrated approach to resolving the issues of significance to humanity. Then social studies programs to begin understand, appreciate and apply knowledge, process and attitudes from academic disciplines. അപ്പോൾ അതിലൂടെ നമ്മളൊരു ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് ആണ് എന്ന് പറയുന്ന സമയത്ത് സോഷ്യൽ സ്റ്റഡീസ് begins to understand, appreciate and apply knowledge, process and attitudes, academic disciplines. അപ്പോൾ begin to understand, begin to appreciate and apply knowledge, process and attitudes from academic disciplines, and it is a integrated multidisciplinary subject programs to understand, appreciate and apply knowledge, process and attitudes from the academic disciplines. Social science, any branch of academic study, science that deals with the human behavior in the social and cultural aspects. Social science, അപ്പോൾ നമ്മൾ സോഷ്യൽ സ്റ്റഡീസിനെ കുറിച്ച് പറഞ്ഞു. ഇനി സോഷ്യൽ സയൻസ് എന്താണെന്ന് ചോദിച്ചാൽ it is a branch of academic study. Social science is a branch of academic study that deals with the human behavior in social and cultural aspect. That deals with the human behavior. It is a subject, it is an academic study, it is a subject area that mainly deals with the human behavior. മനുഷ്യ സ്വഭാവത്തെ കുറിച്ച് പഠിപ്പിക്കുന്ന അക്കാഡമിക് സ്റ്റഡിയെ, അക്കാഡമിക് ഡിസിപ്ലിനെ ഇൻ ഇറ്റ് സോഷ്യൽ കൾച്ചറൽ ആസ്പെക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട്, ഒരു മനുഷ്യ സമൂഹത്തിൻ്റെ സോഷ്യൽ കൾച്ചറൽ ആസ്പെക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട്, അടിസ്ഥാനമാക്കിക്കൊണ്ട് നമുക്ക് മനുഷ്യന്റെ ബിഹേവിയറിനെ കുറിച്ച്, സമൂഹത്തിന്റെ ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ബ്രാഞ്ച് ഓഫ് അക്കാഡമിക് ഡിസിപ്ലിൻ ആണ് എന്ത്? സോഷ്യൽ സ്റ്റഡീസ്. സ്ട്രിക്ട്ലി സ്പീക്കിംഗ്, ദ സോഷ്യൽ സയൻസ് as a distinct recognized academic disciplines emerged on the 20th century. അപ്പോൾ 19ാം നൂറ്റാണ്ടിൽ ഇതിൻ്റെ വികസനം ഉണ്ടായി എന്ന്, അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ സയൻസിൻ്റെ വികസനം ഉണ്ടായി, സോഷ്യൽ സയൻസ് എന്ന സബ്ജക്റ്റ് രൂപീകരിച്ചു എന്ന്, അല്ലെങ്കിൽ അതിൻ്റെ തുടക്കമുണ്ടായി എന്ന് പറയുന്ന സമയത്ത് ഏതാണ്ട് 20ാം നൂറ്റാണ്ടായപ്പോഴേക്കും it is emerged as a strict, distinct, റെക്കഗ്നൈസ്ഡ് അക്കാഡമിക് ഡിസിപ്ലിൻ ആയിട്ട് ഇത് മാറുകയാണ്. ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു അക്കാഡമിക് ഡിസിപ്ലിൻ ആയിട്ട് ഇവിടെ സോഷ്യൽ സ്റ്റഡീസ് മാറുന്നു. ദ ഡിസിപ്ലിൻ ഓഫ് ഹിസ്റ്റോറിയോഗ്രഫി ഈസ് റിഗാർഡഡ് by many as social science, and certain areas of historical study are almost indistinguishable from work done in that social science. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ ഹിസ്റ്റോറിയോഗ്രഫിയെ വരെ നമ്മൾ സോഷ്യൽ സ്റ്റഡീസിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഫോക്കസ്ഡ് പ്രോഗ്രാംസ് സച്ച് ആസ് ആഫ്രിക്കൻ അമേരിക്കൻ സ്റ്റഡീസ്, ലാറ്റിൻ സ്റ്റഡീസ്, വുമൺ ജെൻഡർ, സെക്ച്വാലിറ്റി സ്റ്റഡീസ് ആർ ആസ് റൂൾ ആൾസോ ഇൻക്ലൂഡഡ് എമംഗ് ദ സോഷ്യൽ സയൻസ്. അപ്പോൾ ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ അമേരിക്കൻ സ്റ്റഡീസിൽ ആഫ്രിക്കൻ അമേരിക്കൻ സ്റ്റഡീസ്, അതേപോലെ തന്നെ ലാറ്റിനിക് സ്റ്റഡീസ്, വുമൺ ജെൻഡർ സ്റ്റഡീസ്, സെക്ഷ്വാലിറ്റി സ്റ്റഡീസ്, ഇതൊക്കെ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ സോഷ്യൽ സയൻസിൻ്റെ പരിധിയിൽ വരുന്നതാണ്. പറയുന്നത് വുമൺ ജിയോഗ്രഫി എന്ന് പറയുന്ന ഒരു പുതിയ സബ്ജക്റ്റ്, വുമൺസിൻ്റെ ശാരീരിക പ്രകൃതം അത് രൂപപ്പെടുന്നത് ആ പ്രാദേശികമായ കുറേ ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്ന്
സമർത്ഥിക്കുന്ന വുമൺ ജിയോഗ്രഫി എന്ന് പറയുന്ന സബ്ജക്റ്റ്, ഇതൊക്കെ സോഷ്യൽ സ്റ്റഡീസിൻ്റെ ആധുനികമായ ഡെവലപ്മെൻറ്റുകളാണ്. അതേപോലെ തന്നെ നമ്മൾ പറയുന്നത് അമേരിക്കൻ മേഖലയിൽ ലാറ്റിൻ അമേരിക്കൻ അതേപോലെ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സോഷ്യൽ സ്റ്റഡീസിനെ. ഈ അമേരിക്ക, ആഫ്രിക്കൻ സ്റ്റഡീസ്, ലാറ്റിനക്സ് സ്റ്റഡീസ്, ഇതൊക്കെ സോഷ്യൽ സ്റ്റഡീസിൻ്റെ പരിധിയിൽ വരുന്നതാണ്. എങ്കിൽ ഫ്രഞ്ച്, ജർമ്മൻ, ഇറ്റാലിയൻ സ്റ്റഡീസും ഒക്കെ തന്നെ ഹ്യൂമാനിറ്റീസ് സോഷ്യൽ സ്റ്റഡീസിൻ്റെ പരിധിയിൽ വരുന്നതാണ്. ഇതിനു മുൻപ് സോവിയറ്റോളജി വാസ് കൺസിഡേർഡ് ആസ് സോഷ്യൽ സ്റ്റഡീസ്. സോഷ്യൽ സ്റ്റഡീസിൻ്റെ പരിധിയിൽ വരുന്ന മറ്റൊരു, ഇൻ ദ പാസ്റ്റ് സോവിയറ്റോളജി വാസ് ഓൾവേസ് കൺസിഡേർഡ് ആസ് സോഷ്യൽ സയൻസ് ഡിസിപ്ലിൻ ഇൻ കോൺട്രാസ്റ്റ് ടു റഷ്യൻ സ്റ്റഡീസ്. റഷ്യൻ സ്റ്റഡീസുമായി ബന്ധപ്പെട്ടിട്ട് സോവിയറ്റോളജി ആദ്യ കാലഘട്ടത്തിലെ സോഷ്യൽ സയൻസിൻ്റെ പരിധിയിൽ വരുന്ന ഒന്നായിരുന്നു. സോഷ്യൽ സയൻസ് ഈസ് എ ജനറിക് ടേം കവറിംഗ് ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് മാൻ. ചുരുക്കത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ സോഷ്യൽ സ്റ്റഡീസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ജനറിക് ടേം കവറിംഗ് ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് മാൻ. മനുഷ്യനെ കുറിച്ചുള്ള സയന്റിഫിക് ആയിട്ടുള്ള സ്റ്റഡി നടത്തുന്ന എല്ലാ ജനറിക് ആയിട്ടുള്ള ടേംസിനെയും നമുക്ക് എന്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരാം? സോഷ്യൽ സ്റ്റഡീസ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ പരിധിയിൽ നമുക്ക് കൊണ്ടുവരാം. ഇറ്റ് ഈസ് എ ഡിസിപ്ലിൻ. It is a discipline or branch of science that deals with the socio-cultural aspects of human behavior. Socio-cultural aspects of human behavior ഡീൽ ചെയ്യപ്പെടുന്ന സയന്റിഫിക് ആയിട്ടുള്ള സ്റ്റഡിയെ നമുക്ക് സോഷ്യൽ സയൻസ് എന്ന് പറയാം. സോ സോഷ്യൽ സയൻസ് ഈസ് എ ഡിസിപ്ലിൻ ഓർ ബ്രാഞ്ച് ഓഫ് സയൻസ് that deals with the social cultural aspects of human behavior എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. Social studies programs help students to construct knowledge base and attitudes drawn from the academic discipline as specialized as a way of viewing reality. ഈ സമൂഹത്തിൽ നടക്കുന്ന റിയൽ ആയിട്ടുള്ള എക്സ്പീരിയൻസസ് എന്താണ്, റിയൽ ആയിട്ടുള്ള അനുഭവങ്ങൾ എന്താണ്, റിയാലിറ്റി എന്താണ്, അതിനെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന കൺസ്ട്രക്ട് നോളജ് ബേസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് ഡ്രോൺ ഫ്രം ദ അക്കാഡമിക് ഡിസിപ്ലിൻ ഫോർ വ്യൂവിങ് ദ റിയാലിറ്റി. സമൂഹത്തിൻ്റെ റിയൽ ആയിട്ടുള്ള വസ്തുതകളെ കുറിച്ചുള്ള നോളജ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് നമ്മൾ എവിടെ നിന്നൊക്കെ സബ്ജക്റ്റുകൾ എടുത്തിട്ടുണ്ടോ അതിനെയെല്ലാം നമുക്ക് എന്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരാം? സോഷ്യൽ സ്റ്റഡീസ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ പരിധിയിൽ, സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ പരിധിയിൽ നമുക്ക് കൊണ്ടുവരാം. സോഷ്യൽ സയൻസ് പ്രോഗ്രാംസ് ഹാവ് മേജർ പർപ്പസ് for the promotion of civic competence, which is knowledge, skills, attitudes required for students to be able to assume the office of the citizens in our democratic republic. ഇന്നത്തെ നമ്മുടെ ഈ ജനാധിപത്യ രാജ്യത്ത്, ഈ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിൽ സിവിക് കോമ്പീറ്റൻസീസ്, അതിന് ആവശ്യമായിട്ടുള്ള നോളജ്, സ്കില്ല്, ആറ്റിറ്റ്യൂഡ്സ്, ഇതൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട്, ഒരു സിവിക് കോമ്പീറ്റൻസിക്ക് ആവശ്യമായ നോളജ്, സ്കില്ല്, ആറ്റിറ്റ്യൂഡ്സ്, വാല്യൂസ്, ഇതൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന എല്ലാ സബ്ജക്റ്റിനെയും നമുക്ക് എന്ത് പറയാം? സോഷ്യൽ സ്റ്റഡീസ്, സോഷ്യൽ സയൻസ് എന്നുള്ള ആ പരിധിയിൽ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. Social studies are field of study which deals with a man, his relation with other man and environment. ഇപ്പോൾ നേരത്തെ ഞാൻ മുൻപ് പറഞ്ഞതുപോലെയാണ് ഇപ്പോഴും പറയുന്നത്. സോഷ്യൽ സ്റ്റഡീസ് എന്ന് പറയുന്ന സാധനം എന്താണ്? ആ സബ്ജക്റ്റ് എന്താണ്? ഇറ്റ് ഈസ് എ ഫീൽഡ് ഓഫ് സ്റ്റഡി. സോഷ്യൽ സ്റ്റഡീസ് ഈസ് എ ഫീൽഡ് ഓഫ് സ്റ്റഡി വിച്ച് ഡീൽസ് വിത്ത് എ മാൻ. മനുഷ്യനെ കുറിച്ച് പഠിക്കുന്നതാണ്. ഹിസ് റിലേഷൻ വിത്ത് അതർ മാൻ, മറ്റു മനുഷ്യരുമായിട്ട് സോഷ്യൽ സ്റ്റഡീസിൽ മറ്റു മനുഷ്യരുമായി ഒരു മനുഷ്യരുടെ ബന്ധം എന്താണ്? ഹിസ് എൻവയോൺമെന്റ്, അവന്റെ എൻവയോൺമെന്റുമായിട്ട് അവനുള്ള ബന്ധം എന്താണ്? മനുഷ്യനും തമ്മിലുള്ള ബന്ധം, മനുഷ്യനും എൻവയോൺമെന്റും തമ്മിലുള്ള ബന്ധം, ഇതിനെക്കുറിച്ചാണ് ഇവിടെ പഠിപ്പിക്കപ്പെടുന്നത്. Its content is drawn from several social science. അപ്പോൾ സോഷ്യൽ സയൻസിൽ നിന്ന് നമ്മൾ മനുഷ്യനെ കുറിച്ച് പഠിക്കുന്ന എല്ലാ സബ്ജക്റ്റുകളെയും കൂട്ടിച്ചേർക്കുമ്പോൾ അത് സോഷ്യൽ സ്റ്റഡീസ് ആയിട്ട് മാറി. സയന്റിഫിക് ആപ്ലിക്കേഷനാണ് സോഷ്യൽ സയൻസ് എങ്കിൽ അതിൽ നിന്നെടുക്കുന്ന കണ്ടന്റുകളെ കൂട്ടിച്ചേർക്കുമ്പോഴാണ് സോഷ്യൽ സ്റ്റഡീസ് ആയിട്ട് മാറുന്നത്. ഇറ്റ് ഈസ് എ കോഴ്സ് ഓഫ് സ്റ്റഡി ഇൻക്ലൂഡിങ് ആന്ത്രോപോളജി, ഹിസ്റ്ററി, ജിയോഗ്രഫി, ഇക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, ലോ, സിവിക്സ് എക്സെട്ര. അപ്പോൾ ഇതാണ് സോഷ്യൽ സ്റ്റഡീസിനെ കുറിച്ചും സോഷ്യൽ സയൻസിനെ കുറിച്ചും പ്രധാനമായും പറയാനുള്ള കൺസെപ്റ്റുകൾ എന്ന് പറയുന്നത്. ഇത്രയും മനസ്സിലാക്കിയിരിക്കുക, മനുഷ്യനെ കുറിച്ച് ലൈവായി പഠിക്കുന്ന സബ്ജക്റ്റാണ് സോഷ്യൽ സയൻസ്. സയന്റിഫിക് ആപ്ലിക്കേഷനോടുകൂടി മനുഷ്യൻ്റെ ഹ്യൂമൻ ബിഹേവിയറിനെ,
ഹ്യൂമൻ റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിക്കുന്ന സബ്ജക്റ്റാണ് സോഷ്യൽ സയൻസ്. ഇതിൽ നിന്ന് സിവിക് റെസ്പോൺസിബിലിറ്റി ഡെവലപ്പ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മൾ സോഷ്യൽ സയൻസിൽ നിന്ന് കളക്ട് ചെയ്യുന്ന എല്ലാ സബ്ജക്റ്റുകളെയും നമ്മൾ സോഷ്യൽ സ്റ്റഡീസ് എന്നാണ് പറയുന്നത്. ഈ ഒരു ക്ലാസ് എടുക്കാനായിട്ട് പ്രധാനമായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള റെഫറൻസ് എന്ന് പറയുന്നത് സോഷ്യൽ സയൻസ് എഡ്യൂക്കേഷൻ, ഡോക്ടർ കെ ശിവരാജൻ, ഡോക്ടർ ടി വി തുളസീധരൻ, ഡോക്ടർ എൻ കെ ആർ വിജയൻ തുടങ്ങിയവർ എഴുതിയ സോഷ്യൽ സയൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അതേപോലെ സോഷ്യൽ സ്റ്റഡീസ് ഇൻ ദ ക്ലാസ് റൂം ട്രെൻഡ്സ് ആൻഡ് മെത്തേഡ്സ്, പി കെ സുധീഷ് കുമാർ ആൻഡ് പി പി നൌഷാദ് ഇവരെഴുതിയ ഒരു പുസ്തകമുണ്ട്. അതേപോലെ തന്നെ ടീച്ചിങ് ഓഫ് സോഷ്യൽ സയൻസ് പ്രൊഫസർ എസ് പി റുഖേല എഴുതിയ ഒരു പുസ്തകം. ഇങ്ങനെ 3 പുസ്തകങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഈ നോട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലാകുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. സോ താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.